ഡോക്ടർ ജോൺ ലെനക്സ്. ലോകം അദ്ദേഹത്തെ അറിയുന്നത് ഒരു അപ്പോളജിസ്റ്റ് ആയിട്ടാണ്. ഇക്കാലം കണ്ട ഏറ്റവും നിശ്ചിത ദൈവനിഷേധ നിരീശ്വരവാദികളായ ക്രിസ്റ്റഫർ ഹിച്ചൻസ്, റിച്ചാർഡ് ഡോക്കിൻസ് തുടങ്ങിയവരുമായി അതിശക്തമായ സംവാദങ്ങളും വാദങ്ങളും നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജോൺ ലെനക്സ്. ലോകം ഏറെ സ്നേഹാദരങ്ങളോടെ സ്വീകരിക്കുന്ന ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റാണ് ഡോക്ടർ ജോൺ എന്ന് നിസ്സംശയം പറയാം. 2019 നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചു: താങ്കൾ മരിക്കുന്നതിന് മുമ്പായി താങ്കളുടെ മക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന അറിവിൻ്റെ വാക്കുകൾ എന്തായിരിക്കും? അതിന് അദ്ദേഹം നൽകിയ ഉത്തരം ഇങ്ങനെയാണ്: എൻ്റെ മക്കളോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്. നമ്മുടെ ജീവിതങ്ങൾ അതിവേഗം മുന്നോട്ട് പോകുന്നു. എന്നാൽ നമ്മുടെ ജീവിതങ്ങൾ ഒരു ഡിജിറ്റൽ ഉപകരണത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ സമയം മുഴുവൻ ഫോണുകൾ അപഹരിക്കുകയാണ്. എന്നിട്ട് ഒന്നിനും സമയമില്ല എന്ന ആളുകൾ പരാതി പറയുന്നു. എന്നാൽ അവർക്ക് ധാരാളം സമയമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ആഴ്ച എത്ര സമയം ഞാൻ എൻ്റെ ജീവിതത്തിനോ തൊഴിലിനോ ഒരു ഗുണവും ലഭിക്കാത്ത കാര്യങ്ങൾക്കായി ചെലവഴിച്ചുവെന്ന് കണ്ടെത്തിയാൽ എനിക്ക് എത്ര സമയം ലഭ്യമായിരുന്നു എന്ന് അറിയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള സമയമാണ് ഇതിലൂടെ അപഹരിക്കപ്പെടുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിലൂടെ ദൈവവുമായുള്ള സവിശേഷ കൂട്ടായ്മ ബന്ധം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് കേവലം ഒരു 5 മിനിറ്റ് ബൈബിൾ വായിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പ്രഭാവം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ഞാൻ വളരെ പ്രായോഗികമായ കാര്യമാണ് പറയുന്നത്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താതെ, നിങ്ങളുടെ കുടുംബത്തെ മുന്നിൽ നിന്ന് ആത്മീയമായി നയിക്കാതെ, ദൈവത്തെ ഉൾപ്പെടുത്തിയ ഒരു സുദൃഢമായ ബന്ധം പണിതുയർത്താതെ നിങ്ങൾക്കൊരിക്കലും ഈ ലോകത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ, ഒരു ഗുണപരമായ മാറ്റമുണ്ടാക്കാൻ കഴിയില്ല. അതെ, നാം മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഏറ്റവും ബലപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. എനിക്ക് ശാസ്ത്രകാര്യങ്ങളും ഫിലോസഫിയും വാദപ്രതിവാദങ്ങളും ഒക്കെ വളരെ ഇഷ്ടമാണ്. ബൈബിൾ വായിച്ച് ധ്യാനിക്കുന്നതിൽ രസകരമായിട്ട് എനിക്ക് പലപ്പോഴും അത് അനുഭവപ്പെടാറുണ്ടായിരുന്നു. ഞാൻ ഈ കാര്യം എൻ്റെ ആത്മീയ ഗുരുവായ ഡേവിഡ് ഗൂഡിങ്ങിനോട് പങ്കുവച്ചു. താങ്കൾ എൻ്റെ കൂടെ ബൈബിൾ പഠിക്കാൻ വരൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി ഞാൻ കേംബ്രിഡ്ജിൽ ചെലവഴിച്ചു. ആ രാത്രി എൻ്റെ ജീവിതത്തെ അടിമുടി രൂപാന്തരപ്പെടുത്തി. ദൈവവചനത്തെ അതിൻ്റെ പൂർണ്ണ ഗൗരവത്തിൽ പരിഗണിക്കുന്ന ഒരു മനുഷ്യനെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു. അദ്ദേഹം ദൈവവചനം പഠിക്കുന്നതും വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതും എന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുത സ്തബ്ധനാക്കി കളഞ്ഞു. എത്ര സുന്ദരമായാണ് അദ്ദേഹം ദൈവവചനത്തിലൂടെ സഞ്ചരിച്ച് അതിലെ ഗംഭീര സത്യങ്ങളെ കണ്ടെടുക്കുന്നത്. പക്ഷേ അതിന് പരിശ്രമം വേണം കേട്ടോ, പഠനം വേണം, സമയവും ശ്രദ്ധയും വേണം. നിങ്ങളിൽ പലരും പ്രൊഫഷണൽ മേഖലയിലുള്ളവരാണ്. അറിവും ശേഷിയും ബുദ്ധിയുമൊക്കെ ഉപയോഗിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിക്കുന്നത്. എന്നാൽ ആ മികവിൻ്റെ എത്ര പങ്ക് നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? എനിക്കത് ഓർക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുന്നു. തൊഴിലിൽ വലിയ ഉയർച്ചയും മികവും തെളിയിച്ച് ഉയർന്നു വന്ന പലരും ദൈവവചനത്തെക്കുറിച്ചുള്ള അവരുടെ അറിവിൻ്റെ കാര്യത്തിൽ സ്കൂൾ കുട്ടികൾക്കൊപ്പമാണ്. ഇതൊരു കാഹള ശബ്ദമായി നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങട്ടെ. ഇതൊക്കെ മതി എന്ന സാമാന്യ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് ഉയരാൻ, ദൈവവചനത്തെ ഗൗരവത്തിലെടുത്ത് പഠിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ. കർത്താവിനെക്കുറിച്ചും സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് നാം സംസാരിക്കാറുണ്ടല്ലോ. ഈ നിമിഷം നിങ്ങൾ കർത്താവിൻ്റെ മുഖാമുഖം കാണുകയാണെന്ന് സങ്കല്പിക്കൂ. എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? എന്തിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ കർത്താവുമായി സംസാരിക്കുക? അതീവ ഗൗരവമുള്ള ഒരു വിഷയമല്ലേ അത്? C.S. ലൂയിസ് ഇങ്ങനെ പറഞ്ഞു: നാം ഇപ്പോൾ നിൽക്കുന്നത് മറുകരയിലാണ്. ഇവിടെ ചില നന്മയുണ്ടെങ്കിലും അത് നമ്മെ ഒട്ടും തൃപ്തരാക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലെ ഓരോ ദലങ്ങളും നിത്യതയെക്കുറിച്ചുള്ള അഭ്യൂഹത്താൽ മർമ്മരം കൊള്ളുന്നു. ആ സത്യം നാം ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിത്യതയുടെ യാഥാർത്ഥ്യങ്ങളെ ഉള്ളതുപോലെ കാണാനാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം അതിൽ മുഴുകണം, പ്രാർത്ഥനാപൂർവം വായിക്കണം, മറ്റുള്ളവർക്കൊപ്പവും തനിച്ചും അത് വായിക്കണം, ധ്യാനിക്കണം. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ഒരു ധാരണയിലെത്തിയിരുന്നു. ഞങ്ങളിൽ ആരാണോ ആദ്യം മരിക്കുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾ മരണാനന്തര ശുശ്രൂഷയിൽ ദൈവവചന പ്രസംഗം നടത്തണം. ഞാൻ അദ്ദേഹത്തിനും വളരെ പ്രായമുള്ള ആളായതിനാൽ ഞാൻ ആദ്യം മരിക്കും എന്ന് അദ്ദേഹം സ്വാഭാവികമായി ചിന്തിച്ചു. എന്നാൽ ഏറെ സങ്കടത്തോടെ അദ്ദേഹം എന്നെ വിളിച്ച ദിവസം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വലിയ മാരകമായ മുഴ കണ്ടെത്തി. താമസിയാതെ മരണമെത്തും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു: ജോൺ, താങ്കൾ എൻ്റെ ചരമപ്രസംഗം നടത്തണം. ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ പ്രസംഗിക്കേണ്ടത്? നാം വിദ്യാർത്ഥികളായിരുന്നപ്പോൾ എന്താണോ ചെയ്തത് അക്കാര്യം
താങ്കൾ പറയണം. അദ്ദേഹം ആവശ്യപ്പെട്ടു. കേംബ്രിഡ്ജിലെ വിദ്യാർത്ഥികളായിരുന്നപ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നതും പ്രാർത്ഥനാ നിർഭരമായി കർത്താവിൻ്റെ മുഖം തെളിവായി വരുന്നത് വരെ ദൈവവചനത്തിൽ മുഴുകിയതും താങ്കൾ പ്രസംഗിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവർക്ക് ഈ ലോകത്തോട് എന്തെങ്കിലും പറയാനുണ്ടാകൂ എന്ന് താങ്കൾ അവരെ ഓർമ്മിപ്പിക്കണം. എന്തെങ്കിലും പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഒരു പാസ്റ്ററായി, വചനാധ്യാപകനായി, സൺഡേ സ്കൂൾ ടീച്ചറായി ഒരു സന്ദേശം നൽകാൻ കൊതിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഈ ലോകത്തോട് പറയാനുണ്ടെങ്കിൽ ഓർമ്മിക്കുക, ഒരു കുറുക്കു വഴികളുമില്ല. ലോകത്തോട് അദ്ദേഹം പറഞ്ഞ ആ അവസാന വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതെന്നെ രൂപാന്തരപ്പെടുത്തി. ഞാനത് പല തവണ ആവർത്തിച്ചു. ലോകത്തിലെ തത്വശാസ്ത്രങ്ങൾ വായിച്ചാൽ അത് കിട്ടില്ല. മറ്റുള്ളവരിലേക്ക് ഒരു പാലം ഇടാനോ ബുദ്ധിമുട്ടുകളെ മറികടക്കാനോ അത് ഉപകരിച്ചേക്കാം. പക്ഷേ അവസാനം ദൈവവചനത്തിലൂടെ ഒരു യാഥാർത്ഥ്യമായി കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കൂട്ടായ്മയുടെ കേന്ദ്ര ആശയം നമുക്ക് നഷ്ടപ്പെടും. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.